ഹലോ, ഈ അവിടെ തിരക്കിട്ട് പോയിന്? എന്നടാ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല? എന്ത് കാര്യോ? എടാ കിഴക്കേ തറവാട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുക. അവിടെ ഇല്ല, കഴിഞ്ഞ ആഴ്ച താമ്പൂല പ്രശ്നം നടന്നു, പിന്നെയും പ്രശ്നം നടക്കുന്നയാ. ഇത് ആ പ്രശ്നമല്ല, ബിജോ സദാനന്ദനോ ആരോ ഒന്ന് കിണറ്റിൽ വീണേ. എന്റെ പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞപ്പത് എങ്ങനെയാ കിണറിൽ വികാക്കുക? തമ്മ് തല്ലുണ്ടാക്കണം. ഞാൻ എന്നും കാണുന്നതല്ലേ പണി കഴിഞ്ഞ് വരുമ്പോ. ഈ പറഞ്ഞത് ശരിയാണ്. രണ്ടെണ്ണം കല്യാണം കഴിച്ചില്ല, പെണ്ണ് കെട്ടണ്ടേ, കണ്ടമാന സ്വത്തും ഈ സ്വത്തും കെട്ടിപ്പിടിച്ച് കുത്തിരിക്കുക. ആ ബിജു വെള്ളടിക്കുന്ന കാരണം കൊണ്ടാണ് സദാനന്ദന് പെണ്ണിട്ടാത്തത്. പിന്നെ ഓനിപ്പം കഞ്ചാവിന്റെ പരിപാടി ഉണ്ടെന്നാ കേട്ടെ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ. അപ്പൊ അതും തുടങ്ങിയോ? ഉണ്ട്. അതെ, ആ അച്ഛനും അമ്മയുള്ള സമയത്തെ കേക്കേ തറവാടിന് എന്തൊരു ഐശ്വര്യം. ആ പപ്പേട്ടന്റെയോ സാവിത്രിയത്തിന്റെയോ സ്വഭാവം ഈറ്റ രണ്ടെണ്ണത്തിന് കിട്ടിക്കണോ? അതൊരു സത്യ. അല്ല, കിണറിൽ ആരേനി വീണ്? ആര് കിണറിലാണ്? ഇത്ര നേരം പറഞ്ഞു മറന്നോയോ? അയ്യോ മറന്നുപോയി. എന്റെ സദാനന്ദ എത്ര സമയം കാത്തു നിൽക്കുന്നു. എന്നോട് കച്ചറ ഉണ്ടാക്കി എലൂടിയോ എളുപ്പ വഴിയും തെരഞ്ഞു പോയതാ. ഇതെവിടെ പോയി കിടക്കുന്ന ആർക്കറിയാം. ആ അതാ വന്നിക്കുന്ന. നിങ്ങളെന്താ നീ കൊളക്കോഴി കെണി കുടുങ്ങിയ കളിക്കുന്നത്? എത്ര നേരെ മനുഷ്യൻ കാത്തുക്കുന്നു. ഒന്നും കൂടെ വരീന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എളുപ്പ വഴിന്ന്? ഓ, എന്തേ എളുപ്പ വഴി. ഇങ്ങോട്ട് വരീന്ന്. നിങ്ങളെന്താ നീ ബെൽറ്റ് ഇല്ലാത്ത പാന്റ് ഇട്ട് നടക്കുന്നത്? നല്ല പാന്റ് ഞാൻ അവിടെ തേച്ച് വെച്ചതല്ലേ. ഇതിനെന്താടി കുഴപ്പം? ഇത് നല്ല പാന്റ് അല്ലേ? നല്ല പാന്റ്, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാലാള് കൂടുന്നിടത്ത് നിമ്മാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പെരടി അടിച്ച് ഞാൻ പൊളിച്ചാടി. ഈ മഞ്ഞപ്പാലം ബാലനാര നന്നണക്ക് മനസ്സിലാവും. പാടി ഇങ്ങോട്ട് ബാലേട്ടാ കൈയിട്. നവാ പോവാ. അല്ല, നമ്മളെ ബാലാറിന് ശോഭ വെച്ചാണ് വരുന്നത്. ആ കാര്യങ്ങൾ അറിഞ്ഞുള്ള വരവാട്ടോ. ഇന്ന് കുപ്പി പൊട്ടും. കുറെ കാലമായി ബാലാറിനൊപ്പം ഒന്ന് കൂടിയിട്ട്. അതന്നെ ബാലട്ടാ, നിങ്ങളെന്താ നടന്നു വരുന്നേ? സാധാരണ നിങ്ങൾ ഓട്ടോറിക്ഷ അല്ലേ വരല്? എന്ത് വഴിയാടോ അതൊക്കെ? എന്തേ മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റൂലോ. ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലേക്ക് നോക്കുന്ന മാതിരി ഉണ്ട്, നിറയെ കുണ്ടും കുഴിയ. വരുന്ന വൈക്ക് ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിക്ക് ഞാൻ ഓട്ടോറിക്ഷ തട്ടി അതാടം. അവസാനം ഉണ്ടല്ലോ കണ്ടോന്റെ പറമ്പും തൊടിയും ചാടിയിട്ടാ ഞാനും ഇവളോട് ഇവിടെ എത്തിയത്. ഞാനില്ലട്ടോ, ഇയാൾ ഒറ്റയ്ക്കാ. ശോഭേ, അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഓ അല്ലടോ, ആരെ പൊരക്കിയാ തീ പിടിച്ചേ? വീടിന് തീ പിടിക്കേ? അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല? ഇല്ല. ബിജു സദാനന്ദൻ അടിച്ച് കിണറ്റി താത്തിയില്ലേ? 18 അടി താഴ്ചയുള്ള കിണറിനെ ആളിപ്പോഴും പൊന്തില്ലാന്ന് കേക്കണ്. എന്റെ മോനെ സദാനന്ദ. എന്റെ കൂടെ പപ്പന് എന്ത് പറ്റിയ പിന്നെ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെ കയ്യിലിരിക്കണ്ടല്ലേ. നിങ്ങൾ 3 മക്കളാ, അതിലൊരുത്തൻ കിണർ പോയി, മറ്റോ വൈകാണ്ട് ജയിലും പോകും. പിന്നെ ബാക്കിയുള്ള സ്വത്തിന്റെ ഒക്കെ അവകാശി ഈ മഞ്ഞപ്പാലം ബാലനല്ലേ? മഞ്ഞപ്പാലം ബാലനോ? ഞാനല്ലേ? നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ഇങ്ങീന്നൊക്കെ അന്റെ സ്വത്ത് ഇന്റെ സ്വത്ത്, ഇന്റെ സ്വത്ത് അന്റെ സ്വത്ത്, അങ്ങനെ 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 അങ്ങനെ. പിന്നെ ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും ശിക്ഷ ഉറപ്പാ. അത് കറക്റ്റാ. എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയല്ല, ആ ബിജു നിങ്ങളെ കാണണ്ട. മോനെ ബിജു അല്ല സദാനന്ദ. ബിജു സദാനന്ദൻ ഇതിലിപ്പോ ആരാ കിണറ്റിൽ വീണ്? ആരായാലും എനിക്കിപ്പോ എന്താ? പലോ പള്ളി പേരു പള്ളി, ശോഭന്റെ സ്വത്ത് എനിക്ക് തരും, ശോഭന്റെ സ്വത്ത് എനിക്ക് തരും. ചേലക്കാണ് പോകുന്നത്. എന്താ സംഭവിച്ച്? ഒന്നും പറയണ്ട മോളെ. ഓനാത്തിട്ട് അടിച്ചടിച്ച് പദം വരുത്തി ജീവനും കൊണ്ട് മുറ്റത്തേക്ക് ഒരു ചാട്ടം. അവിടെ നിർത്തിയോ? പിന്നെ അതിനടിച്ച് മറന്നപ്പാച്ചില് പാഞ്ഞിങ്ങോട്ട്. പിന്നെ അതാ രണ്ടും കൂടി ആ കിണറ്റുകരയുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. പിന്നെ കണ്ടിക്കുന്നു കിണറ്റിലേക്ക് ഒരു വീഴ്ച. ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോ പടവുമ്മ പിടിച്ചിന്നൊരു നോട്ടം. പിന്നെ നിർത്തിയോ? അതും പോരാ, ആ നായിന്റെ മോൻ വലിയൊരു വടി എടുത്തോണ്ടെന്ന് ഇങ്ങോട്ട് കുത്തി 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 അങ്ങോട്ട് താഴ്ത്തി.
പിന്നെ നായിന്റെ മോനെ നിങ്ങളെ മക്കളെ വിളിക്കാതെ ഇന്നെ വിളിക്കാൻ നിങ്ങൾ എന്താ ഇങ്ങോട്ട് കെട്ടിപ്പോയി വന്നിങ്ങോട്ട് ഇനി എന്തിനാ കരയുന്നത് സാധാരണ കാണാൻ തള്ളിയിട്ടില്ലേ നീച്ച് പോകാൻ പറഞ്ഞേ ഇനി പറമ്പിച്ചവിടെ കാല് പിടിക്കണ പാന്നിയ എടാ മുത്ത് എന്താണ് സംഭവിച്ചത്? ഓൻ കഞ്ചാവ് അടിച്ച് മൂത്തിക്കണ സമയം വരട്ടാ. എന്നാലും എന്നോട് അങ്ങനെ പറയാവോ? ഞാനോന്റെ പെങ്ങളെ കൊണ്ടുപോകാനല്ലേടാ എന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇനി ഞാനിവിടെ നിൽക്കില്ല, ഒരു നിമിഷം നിൽക്കൂല. ബാലേട്ടാ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ മേലാൽ വളർന്ന് ഈ തൊടി കാലുത്താൻ കഴിയില്ല. വൈകുന്നേരം ശവെടുത്ത് കഴിഞ്ഞാലേ സ്വത്ത് ഭാഗം വെക്കൂ. അപ്പൊ ബാലേട്ട അവിടെ വേണം. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ഈ മുത്തുണ്ട് നിങ്ങളെ കൂടെ. എടാ ആടെ ബിജുല്ലേ? ഓനോട് ചിലക്കാ പോകും പറയും. ഓന്റെ ചെള്ള അടിച്ച് ഞാൻ പൊളിക്കൂ. ഓൻ ഇന്ന നല്ലോ അറിയില്ല. നിങ്ങളോട് വരി. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുക, എന്നിട്ട് വലത്തോട്ട് തിരിയുക. എന്ത് വലത്തോട്ട് പോട്ടെ എന്നാ ഇവള് പറയുന്നത്. എന്ന് പെണ്ണിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയോ അന്ന് ആ ദിവസം പോയി. ഇപ്പൊ നമ്മളെ വണ്ടി അവിടെ കുടുങ്ങില്ലേ? ഞാൻ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു JCB വിളിച്ച് വഴി വെട്ടിട്ട് വേണം. അതൊക്കെ പോട്ടെ, നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ പറയും. ഒരു കോള് വരുന്നതാ, അതൊന്ന് എടുത്തോക്ക്. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ. നിങ്ങളിപ്പോ എവിടെ എത്തി? ഞങ്ങൾ ആ മിൽമ ബൂത്ത് കഴിഞ്ഞ പറമ്പില് തണലത്ത് നിൽക്കാണ്. അയ്യയ്യോ, നിങ്ങളിപ്പോഴും അവിടെ തന്നെ നിൽക്കുക? എടാ ചങ്ങായിമാർ, നിങ്ങളോട് ഞാൻ മെഡിക്കൽ ഷോപ്പിന്റെ അതിൽ തിരിയാനല്ലേ പറഞ്ഞത്? നിങ്ങൾ അതിലൂടെ തിരിഞ്ഞ്? ഞങ്ങളാ മറ്റേ കള്ള് ഷാപ്പിന്റെ അതിലൂടെ. എടാ നിങ്ങൾ ആദ്യം പറഞ്ഞ അനുസരിക്കാൻ പഠിക്ക്. സാറേ, നിങ്ങൾ അയച്ചെന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നേ. ഞങ്ങളെ വണ്ടി ഇപ്പൊ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകാൻ വയ്യൂല്ല. എടോ 1.5 മണിക്കൂറായി ഞങ്ങൾ നിങ്ങളെ കാത്തിക്കുക. എന്തെങ്കിലും സംഭവിച്ച സകല ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കേ. ഞാൻ മുങ്ങും, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ല, സാർ അവിടെ എത്തിയോ? ഞാൻ സ്ഥലത്തെത്തിയില്ല. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി അത്യാവശ്യമായിട്ട് പോവുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാ. പിന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അടുത്ത ഭരണം ഞങ്ങളതാ, മറന്നുകൊണ്ടാ. ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. സോറി സാർ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്താം. എന്താ പറഞ്ഞവര്? ഓല് ഭരണം മാറിയാലേ നമ്മളെ പണി ഉറപ്പിക്കും. പിന്നെ ഭരണന്മാരെ അവൻ പണി തീർപ്പിക്കല്ലേ? നടക്കോട്ട് ജി. ബാലേട്ടാ പോലീസ് എത്തിട്ടോ. അത് പോലീസ് അല്ലടാ, ഇലക്ട്രിസിറ്റിക്കാരാ. ഫ്യൂസ് ഊരാൻ വരിക. ഞാൻ അത്ര കാലം പണിയെടുത്താ. എങ്ങനെയാ ഫീസ് ഈടാക്കുക? കിട്ടണ പൈസക്കൊക്കെ വെള്ളടിച്ച് ഇറന്നോട്ടെ. തറവാടുത്താണോ? ആ ഇതന്നെ. മീറ്റർ ഇതാ പുറകിലാ. മീറ്ററോ? ഞങ്ങൾ ഫയർഫോഴ്സ് ആണോ? ഇവിടെ ആരാ കിണറിൽ വീണേ? സാറേ ആ കിണറിലാ സാധാരണ തട്ടുള്ളത് അല്ലേ ബാലേട്ടാ? ആ കിണറ്റില്ല. ഇങ്ങനെ കുണം കിട്ടും മക്കളെ, വേഗം ചാടിക്കൊളി കിണറ്റിലേക്ക്. നല്ല ആളുണ്ടല്ലോ. ആഴം മാത്ര നല്ല വെള്ളമുണ്ട്. 28 അടി താഴ്ചയാ. എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ എന്നോട് ഇതൊന്നും ഇറങ്ങിയില്ല. ഞാൻ ഇറങ്ങില്ല, എനിക്ക് നീന്തറിയില്ലോ. എടാ ഞങ്ങൾ പിടിച്ചരാ. എന്റെ അച്ഛനാണ് സത്യം, ഞങ്ങൾ വിടൂല. ഇല്ലല്ല, നിങ്ങൾ ഞാൻ കാര്യം പിടിച്ചരാ. നിങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇറ്റ ചെറിയ കിണറിൽ ഇറങ്ങില്ല. ആരും ഒന്ന് കിട്ടുക, ആരും കിട്ടൂല. എനിക്ക് ജലദോഷം. നിങ്ങൾ ഇറങ്ങിക്കോട്ടോ. ആളിപ്പോ തീർന്നോ? തമാശ കളിക്കണ്ട നിങ്ങള്. ഒന്ന് വിടടാ. ഇതിലൊന്നുമില്ലടോ. കിണറിലൊന്നും കാണുന്നില്ലല്ലോ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? ആയിരാ നിങ്ങളൊന്നും കാണൂല്ലോ. തള്ള വെറുതെ ആളെ വിളിച്ചു കൂട്ടിയതാ. ഞാൻ പറയാം. ഇതിന്റെ ഏടത്തിന്റെ ഇളയ മോൻ ബിജു ഒരാത്ത് നാ പൂച്ചേനെ അടിച്ചോടിച്ചപ്പോ അത് മുറ്റത്തേക്ക് ഒരു ചാട്ടം. ചാടൂലേ? പിന്നെ ഇവൻ തല്ലാൻ വന്നപ്പോ അത് പേടിച്ച് കിണറ്റിലേക്ക് ഒരു ചാട്ടം. പൂച്ച ചാടിയാനാണോ ഫയർഫോഴ്സിനെ വിളിച്ചേ? പറയട്ടെ മോനെ, പൂച്ചയല്ലേ, ജീവനുള്ളതല്ലേ.
ഞാനൊന്നിങ്ങനെ ഏന്തി നോക്കി. അപ്പൊ എന്റെ കയ്യിലുള്ള റേഷൻ കാർഡും ആധാർ കാർഡും കെട്ടിലേക്ക് അങ്ങോട്ട് വീണ്. ഈ ആറാം പറഞ്ഞു ഒരു വാടി എടുത്തോണ്ടെന്ന് ഇങ്ങോട്ട് കാർഡും റേഷൻ കാർഡും കൂടെ കുത്തി 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 കിണറ്റിലേക്ക് അങ്ങോട്ട് താത്തിക്കാന് സഹിക്കാൻ പറ്റും സാറേ. അല്ല അപ്പൊ പൂച്ചെന്തേ? പൂച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്റെ ആധാർ കാർഡും റേഷൻ കാർഡും ഒന്നും ആ കിണറ്റൊന്നും എടുത്തരും സാറേ. അതിന് എത്രയാ പൈസ വരാ ബന്ധ് എന്താണ് പോയിക്കാൻ തള്ളായിരുന്നു? നിങ്ങൾ പൈസ കൊണ്ടിരിക്കും ഇവിടെ. നിങ്ങളെ റേഷൻ കാർഡും ആധാർ കാർഡും എടുക്കലല്ലേ ഫയർഫോഴ്സിന് ജോലി? താ പാടോ. ആ നിങ്ങൾ പോയിക്കോളി. പിന്നെ അച്ചാച്ച ഇങ്ങേക്കുള്ള സ്ഥലം കയറ്റി തന്നതാ. തൊട്ടേനും മേടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരേണ്ട ഒരു കാര്യമില്ല. പിന്നെ അച്ചാച്ചൻ എഴുതി തന്നിട്ട് അതിൽ എനിക്ക് ഉണ്ടടാ അവകാശം. ഇതിന്റെ ഏടത്തിന്റെ വീടാണ്. എന്തായിടത്തിനോട് ഇങ്ങേക്കുള്ള സ്ഥലം എഴുതി തന്നിക്കുന്നല്ല ഞാൻ പറഞ്ഞു. എടാ ഈ ഒരൊറ്റ ഒരുത്തൻ എനിക്ക് തറവാട് ഇങ്ങനെ കുളന്തോണ്ടി നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നിങ്ങളെ സാധനം എടുത്ത് പോയിക്കാണോ? ഇപ്പൊ പോവും. എന്റെ സാധനം അടക്കടന്നോട്ടെ. ഞാൻ ഇനിയും വരും. നിങ്ങൾ പോടേ പോയിക്കാർത്തി. സാധനമൊക്കെ എടുത്ത കത്തിച്ചാൽ ഞാൻ പേരട്ട തള്ള. എത്ര പ്രാവശ്യം വിളിച്ചാലാണ്ടോ നിങ്ങളൊന്ന് എഴുന്നള്ളുക? എന്താ ഈ ബോഡി എടുത്തോ? അപ്പൊ താനാണല്ലേ ഞങ്ങളെ വിളിച്ചത്? അതെ, മെമ്പർ ഹരി, അത് ഞാനാണ്. കാളെ പറ്റുന്ന അറിയുമ്പോഴത്തെ കയറെടുക്കരുത്. എടുക്കരുത്. ആരെടുത്ത്? താൻ എന്താ ഫോൺ ചെയ്തോ പറഞ്ഞേ? ഭരണം മാറിക്കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥലം മാറ്റുന്നോ? എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത തൊഴിലാണ് ഞങ്ങൾക്കിത്. തന്നെ പോലെ വെള്ളം വെള്ളിയിട്ട് തരികിട കളിച്ച് നേടിയെടുത്തതല്ല. മാറി നിൽക്കണോ? ആരാട്ടോ കെന്റിലാണ്? പൂച്ച. പൂച്ചയോ? ഇയല്ലേ പറഞ്ഞ സാധാരണനാന്ന്? ഞാൻ പറഞ്ഞില്ല, എന്റെ പെണ്ണുങ്ങളാ പറഞ്ഞത്. അന്റെ ഒരു പെണ്ണുങ്ങൾ. അപ്പൊ ഈ സാധാരണ പോയി സാധാരണ